നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ആമയിഴഞ്ചാൻ തോട്ടിലെ സംഭവങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്പ്യൂട്ടിനെ കുറിച്ചും സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൽ എൻ്റെ അഗാധമായ ദുഃഖം ഞാൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അദ്ദേഹം മരിച്ചുപോയ ജോയിയുടെ കുടുംബത്തിന് ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ തന്നെ എന്ത് കോമ്പൻസേഷൻ കൊടുത്താലും അദ്ദേഹത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഉള്ള സീവേജ് ലൈനുകളിൽ, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ, അതുപോലെ ഒരുപാട് മാലിന്യം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലൊന്നും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ വരുന്ന മാലിന്യങ്ങളുടെ ക്വാണ്ടിറ്റിയും അതിലുള്ള മാരകമായ വാതകങ്ങൾ, അതുപോലെ തന്നെ ദ്രാവകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും സ്യൂവേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇടങ്ങളിൽ നടക്കുന്ന പണികളിലെല്ലാം തന്നെ റോബോട്ടിക് സംവിധാനങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മിക്കവാറും നഗരസഭകളിൽ, കോർപ്പറേഷനുകളിലൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലുള്ള. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തലസ്ഥാനത്തുള്ള നഗരസഭയിൽ പോലും നമുക്ക് ഇങ്ങനത്തെ റോബോട്ടിക് സംവിധാനങ്ങളില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വേണം നമ്മൾ ഇതേപോലത്തെ ക്ലീനിങ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ. അതിന് കോസ്റ്റ് കൂടുതലാണെങ്കിൽ കൂടെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിന് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് ഉപയോഗിക്കാതിരിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കരാറുകാരുകളിലെ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ റോബോട്ടിക് സംവിധാനമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശാകും. അപ്പം നമ്മുടെ ലാഭം കുറയും എന്നുള്ളത് കൊണ്ട് വേറുള്ള രീതിയിൽ ആളുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തടസ്സപ്പെടുത്തേണ്ടതാണ്. അതിന് വേണ്ട ലീഗലായിട്ടുള്ള ആക്ഷനുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുകൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു നഗരത്തിൽ ഉള്ള ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ മലിനമായ ഒരു സ്ഥലം, അതായത് എയർ ക്വാളിറ്റിയൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സീവേജ് ലൈനുകൾ പോകുന്ന സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലിനമായ വായു ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു സിൽക്ക് ബോർഡ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും മലിനമായിട്ടുള്ള ഒരു പ്രദേശം തന്നെ ആയിരുന്നിരിക്കാം ഈ ആമയിഴഞ്ചാൻ തോടിലുള്ള ഈ പ്രദേശം, നഗരത്തിലുള്ള ഈ പ്രദേശം. അപ്പോൾ നമുക്ക് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സീവേജ് ലൈനുകളൊക്കെ കൂടുതൽ മാരകമാകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളൊരു സാധാരണ രീതിയിലുള്ളൊരു മലിനജലം ഒരു തോട്ടിലേക്ക് ഒഴുക്കി വിടുകയാണെങ്കിൽ ആ തോടിൻ്റെ ഒഴുക്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ആ വെള്ളം മിക്സ് ചെയ്യപ്പെട്ട മലിനജലം ഓട്ടോമാറ്റിക്കായിട്ട് പ്യൂരിഫൈ ആകും. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ തോടുകളിലേക്ക് പുറന്തള്ളുന്ന മലിനജലത്തിൽ പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ട് വെള്ളത്തിന് ഹീൽ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അത്രയ്ക്കും ഡോസേജുള്ള മലിനജലമാണ് നമ്മൾ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന ജലം സാധാരണഗതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തോടുകളിലേക്ക് ഒഴുക്കേണ്ടത്. ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചിട്ട് അതിൽ വെച്ച് നമ്മൾ ഇങ്ങനത്തെ സ്യൂവേജിനെ ട്രീറ്റ് ചെയ്തിട്ട് നല്ല വെള്ളത്തിനെയാണ് അത് റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുക്കിക്കളയേണ്ടത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ഏതെങ്കിലും വലിയ അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള മാളുകളൊക്കെ ഉണ്ട്, അവർ ഇങ്ങനത്തെ സ്യൂവേജ് ലൈനിലേക്ക് ഒഴുക്കി വിടുന്ന വെള്ളം അത് ട്രീറ്റ് ചെയ്ത വെള്ളമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികാര പരിധിയിലുള്ളതാണ്. സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വലിയ മാളുകളിൽ, വലിയ അപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കർശനമായ നടപടികൾ ഏറ്റെടുക്കേണ്ടതാണ്. അതുപോലെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ ആണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് സെപ്റ്റിക് ടാങ്കുകളുണ്ടോ, അതോ അവർ ഡയറക്റ്റായിട്ട് ഇത് പുറന്തള്ളപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഫാക്ടറികളിലൊക്കെ ഈ തോടിന് സമീപത്തുണ്ടെങ്കിൽ ആ ഫാക്ടറികളിൽ പ്രോപ്പർ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കഴിയുന്നതും ഇങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും തന്നെ നമ്മൾ തോടുകളിലേക്ക് വലിച്ചെറിയാതിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ നാട്ടുകാർ കുറച്ച് ഭക്ഷണ വസ്തുക്കൾ വലിച്ചെറിയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിധിക്കുള്ളിൽ അത് ക്ലിയർ ആകേണ്ടതാണ്. പക്ഷേ എല്ലാവരും ഇതേപോലുള്ള വേസ്റ്റുകൾ വലിച്ചെറിയുകയാണെങ്കിൽ അത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എയർ ക്വാളിറ്റിയും വാട്ടർ ക്വാളിറ്റിയും വളരെ മോശമാക്കുകയും അത് എല്ലാവരെയും തന്നെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തോടുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ കായലുകളെല്ലാം വളരെ നന്നായിട്ട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഉള്ള വെള്ളം, അതായത് ശുദ്ധമായ ജലം ഒഴുകേണ്ട സ്ഥലമാണ്. അവിടേക്ക് നമ്മൾ സ്വീവേജ് ഒഴുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഴുക്കുകൾ ഒഴുക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എവിടെ നമുക്ക് കാണാൻ പറ്റും, എന്തുകൊണ്ട് നമ്മൾ പുഴകളെ നല്ല രീതിയിൽ കാണണം എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അഹമ്മദാബാദിലെ നർമ്മദ പുഴയെ മാറ്റിയെടുത്ത് അവിടെ ഒരു പാർക്കൊക്കെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ അത് അദ്ദേഹം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ പറഞ്ഞതല്ല. അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മുടെ പുഴകളെയും തോടുകളെയും നമ്മൾ സംരക്ഷിക്കാൻ കഴിയുന്നതും ശ്രമിക്കുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ തോടുകളും പുഴകളെയും നമ്മൾ കുറച്ച് ഒരു നല്ല റെസ്പെക്റ്റോടെ കണ്ട് അതിലേക്ക് നമ്മൾ മാലിന്യ വസ്തുക്കൾ എറിയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിഷയവുമായിട്ട് നടക്കുന്ന ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ആമയിഴഞ്ചാൻ തോട് എൻ്റെ അറിവ് വെച്ച് ഏതാണ്ട് 24 കിലോമീറ്ററോളം നീളമുള്ള ഒരു തോടാണ്. ആ തോട് അതിൻ്റെ 170 മീറ്റർ കടന്നു പോകുന്നത് റെയിൽവേയുടെ പ്രദേശത്ത് കൂടിയാണ്. ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്കഷൻ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേയർ ആദ്യം പറയുകയുണ്ടായി, പിന്നെ മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി, പിന്നെ മന്ത്രി രാജേഷ് പറയുകയുണ്ടായി. എന്താണ് അവർ പറഞ്ഞത്? ഇതിന് റെസ്പോൺസിബിളായിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇനി റൂൾ ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാര പരിധിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ അധികാരത്തിലും വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് ലൈനുകൾ അല്ലെങ്കിൽ സ്വീവേജ് ലൈനുകൾ അല്ലെങ്കിൽ തോടുകൾ അത് ഒരു പ്രോപ്പർട്ടിയുടെ താഴെ കൂടെ, അതായത് മണ്ണിനടിയിൽ കൂടെ പോവുകയാണെങ്കിൽ, അതായത് ടണലിൽ കൂടെ പോവുകയാണെങ്കിൽ, അതിനെ അല്ല മുകളിൽ കൂടെ പോകുന്ന കനാലുകൾ അല്ലെങ്കിൽ തോടുകൾ അല്ലെങ്കിൽ സീവേജ് ലൈന്, ഇതിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഉള്ള അധികാരം നമ്മുടെ നഗരസഭയിലും ഉള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ തടയുകയാണെങ്കിൽ പോലും നഗരസഭയുടെ അധികാരം ഉപയോഗിച്ച് നമുക്ക് അവിടെ എന്ത് തരത്തിലുള്ള ക്ലീനിങ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അതോറിറ്റി ഉള്ളത് നഗരസഭയ്ക്കും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും നമ്മുടെ നഗരസഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഒളിച്ചോടാൻ കഴിയില്ല എന്ന് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ നമ്മൾ അതൊരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ അതിനൊരു റീസൺ അല്ലെങ്കിൽ അതിന് നമ്മുടെ തെറ്റ് മറച്ചു വെച്ച് മറ്റൊരു റീസൺ കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും മോശമാണ്. ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്ന നഗരസഭയുടേതാണ്. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ അത് ലൂസേഴ്സിൻ്റെ ഒരു സൈനാണ്. ലൂസേഴ്സാണ് പറയുക, ഇത് ഇന്ന കാരണം കൊണ്ടാണ് നടക്കാത്തത്, ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഫെയിലായത് എന്നൊക്കെ പറയുന്നത്.
ആ സമയം എന്താ പറയുക, വിന്നേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി നമ്മളത് കറക്റ്റ് ചെയ്യും, അതിനുവേണ്ട കറക്റ്റീവ് മെഷർ എടുക്കും, ഈ ഫെയിലിയർ നമ്മൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ചുമ്മാതെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് തങ്ങളുടെ തെറ്റിന് മറ്റൊരാളുടെ മേലെ ഉപരോധിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ആര്യ രാജേന്ദ്രനെ പറ്റി, മേയർ ആര്യ രാജേന്ദ്രനെ പറ്റി എനിക്ക് കുറച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഇവരെ പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ ചില ഫാക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേണുഗോപാൽ സാറിൻ്റെ ഒരു അഭിമുഖം ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് ഡയറക്ടറായിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി ചില കാര്യങ്ങൾ, അത് സംതിങ് റിലേറ്റഡ് ടു മേജർ ആര്യ രാജേന്ദ്രനാണ്. അതുകൊണ്ട് ഞാനിവിടെ അത് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താ പറയുക, മേയർ ആര്യ രാജേന്ദ്രന് വളരെ അധികം ധാർഷ്ട്യവും അഹങ്കാരവും അല്ലെങ്കിൽ ഈഗോയും ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖില എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തണം എന്ന് നമ്മുടെ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിലയിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ പോയിട്ട് അവിടെയുള്ള കൗൺസിലേഴ്സിന്, അവിടെയുള്ള മേയേഴ്സിനും ഡെപ്യൂട്ടി മേയേഴ്സിനൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമൊക്കെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മേയർ വന്നിട്ടില്ലായിരുന്നു. മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആ സമയം. അവർ ഏറ്റവും കുറഞ്ഞ പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരവിടെ പങ്കെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിന് നമുക്കൊരു ക്രൈമാണെന്ന് പറയാം അല്ലേ. ആദ്യമായിട്ട് കൗൺസിലറാകുന്നു, ആദ്യമായിട്ട് മേയറാകുന്നു, ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് അറിവില്ല, ലോക വിവരം വളരെ കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അവർ ഇങ്ങനെയുള്ളൊരു മീറ്റിങ്ങിൽ അത്യാവശ്യമായിട്ട് പങ്കെടുക്കണമായിരുന്നു. അവർ പങ്കെടുത്തില്ല. അത് നമ്പർ 1 മിസ്റ്റേക്കാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആ ക്ലാസ് എടുക്കാൻ കൊടുത്തിരുന്ന ഒരു മുറി എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു മുറിയായിരുന്നു അത്രയും. അപ്പോൾ അവിടെ വെച്ച് 100 പേർക്ക് ക്ലാസ് എടുക്കാൻ ഇവർ ബുദ്ധിമുട്ടിയത് കൊണ്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഒരു വ്യക്തി മേയറെ കണ്ട് സംസാരിച്ചെങ്കിലും വലിയൊരു ഹാള് കൊടുക്കാൻ അവർ തയ്യാറായില്ല. ആ സമയത്ത് വേണുഗോപാൽ സാറും മറ്റൊരു ഫാക്കൽറ്റിയും കൂടെ അവരെ കാണാൻ പോവുകയുണ്ടായി. അവരെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മീൻസ് ഈ പോകുന്ന വ്യക്തികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS IPS അല്ലെങ്കിൽ അതേപോലെ റാങ്കിലുള്ള വ്യക്തികളാണ്. ചെന്നിട്ട് അവിടെ ഒന്ന് ഇരിക്കാൻ പോലും മേയർ പറയുകയുണ്ടായില്ല. നോക്കൂ അവരുടെ ധാർഷ്ട്യം, നോക്കൂ അവരുടെ ആ എന്താ പറയുക ഗർവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്തമാറ്റിക്സിന് 0 മാർക്ക് മേടിച്ചവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ഈ 0 മാർക്ക് മേടിക്കുന്നത് തെറ്റായൊരു കാര്യമല്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് IASകാരും IPSകാരും അത്രയും ഉന്നതരായ വ്യക്തികൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളത് അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ആ കസേരയിലിരുന്നത്. അതായത് ഗുരുത്വം വളരെ കുറവുള്ള അല്ലെങ്കിൽ വിനയം അല്പം പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ള മേയർമാർ വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും അവർക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു നഗരസഭയെ നയിക്കുക എന്ന് പറഞ്ഞത് ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിന് കുറച്ച് വിനയമുള്ളവർ, ആളുകളോട് പെരുമാറാൻ കഴിയുന്നവർ, കുറച്ച് ഈഗോ കുറവുള്ളവർ, അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇതിൽ തന്നെ വേണുഗോപാൽ സാർ പറയുന്നത് വേറൊരു കാര്യം, മന്ത്രി ശിവൻകുട്ടിയെ പറ്റി അദ്ദേഹം പറയേണ്ട. ശിവൻകുട്ടി മേയറായിട്ട് തിരുവനന്തപുരത്തിരുന്നുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു മേയറായിരുന്നു എന്നാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ശിവൻകുട്ടി മന്ത്രിയെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. അദ്ദേഹത്തിന് പല കാര്യങ്ങളും മലയാളത്തിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റാറില്ല. ഒരു നമ്പർ കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ട ക്വാളിറ്റി അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ കൂടെ ഒരു മേയറായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേയർ Day 1
അതായത് അവിടെ മേയറായിട്ട് പോസ്റ്റ് എടുത്ത അന്ന് മുതൽ അല്ലെങ്കിൽ കൗൺസിലറായിട്ട് വന്ന അന്ന് മുതലേ ഈ ധാർഷ്ട്യം, ഈ അഹങ്കാരം, ഈ എന്താ പറയുക ഈഗോയൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ടീമിനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ നഗരസഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു ക്വസ്റ്റ്യനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ മേയറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയുണ്ടായി. ഇവർ വെറും ഒരു ഡമ്മിയാണ് എന്ന്. ഇപ്പോൾ ആ പറഞ്ഞതിൽ എത്രത്തോളം ദീർഘവീക്ഷണമുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടുകളും സിവേജൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ ഉള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് റെയിൽവേയെ പറ്റി സംസാരിച്ചപ്പോൾ, നമ്മുടെ റെയിൽവേ ശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ വളരെ വലിയ ഒരു റെയിൽവേ ശൃംഖലയാണ്. നമ്മൾ ലോകത്ത് ഒന്നാമത്തേതായിരുന്നു, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ റെയിൽവേ ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് സ്വീവേജ് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളതും സ്വീവേജ് മാനേജ്മെൻറ്റ് സിസ്റ്റവും വളരെ വൃത്തിയായിട്ട് തന്നെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് അവർ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് വാട്ടറെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് നല്ല വാട്ടറായിട്ട് അത് വീണ്ടും റീയൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ ആണ് ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തികേടാക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് വേസ്റ്റ് കളയുന്നത് എന്ന് പറയുന്നതിൽ ഞാൻ അല്പം പോലും വിശ്വസിക്കുന്നില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പം റെയിൽവേയിൽ യാത്ര ചെയ്യുന്നു, ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അത് ഞാൻ കുടിച്ചതിന് ശേഷം ഞാനത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട അവിടെയുള്ള ഡസ്റ്റ്ബിന്നിലാണ്. അത് ചെയ്യാതെ ഞാൻ പുറത്ത് വന്ന് ആമേഴ്ജാൻ തോട്ടിലേക്ക് എറിയുകയാണെങ്കിൽ അത് റെയിൽവേയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ അല്ല. റെയിൽവേക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ട്, അതുപോലെ തന്നെ സെഗ്രിഗേഷൻ പ്ലാന്റുകളെല്ലാം തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല റെയിൽവേയുടെ അടുത്ത് അത്രയും വലിയ ഒരു മാലിന്യം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തള്ളിക്കളയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തികച്ചും തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതുമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അവിടെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ കൂടെ നോർമലായിട്ടുള്ള വേസ്റ്റ് സെഗ്രിഗേഷനും അതേപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷനും നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. പക്ഷേ ഈ ആമയിഴഞ്ചാൻ തോടിൽ കാണുന്ന മാലിന്യങ്ങൾ കോടിക്കണക്കിന് ടൺ വേസ്റ്റ് എല്ലാം തന്നെ റെയിൽവേ ഇട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 24 കിലോമീറ്റർ ഉള്ളതിൽ 170 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുള്ള വേസ്റ്റൊക്കെ നമ്മുടെ നഗരസഭ നല്ല ക്ലീനായിട്ട് ഭംഗിയായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഈ 170 മീറ്ററിൽ മാത്രമാണ് പ്രശ്നമുള്ളതെങ്കിൽ നമുക്കിത് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ബ്ലെയിം ഗെയിമിന് പകരമായിട്ട് ഇതൊരു ചലഞ്ചായിട്ട് മേയർ ഏറ്റെടുത്തിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലുള്ള എല്ലാ സ്വീവേജ് ഒഴുകുന്ന സ്ഥലങ്ങളും ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ നല്ല പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ, അതേപോലെ ചെന്നൈയിൽ, മുംബൈയിൽ, അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് എനിക്ക് അവിടെ ഞാൻ താമസിച്ചപ്പോൾ തന്നെ കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്, വെറ്റ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട്
അവിടുത്തെ നഗരസഭയിലുള്ള സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് അപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അത് കളക്ട് ചെയ്ത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെ നഗരസഭയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അവരത് കളക്ട് ചെയ്തിട്ട് അത് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു സിസ്റ്റം തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ അത് നമ്മുടെ നാടിന് വളരെ നന്നായിരിക്കും. നമ്മുടെ നദികളും പുഴകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ശുദ്ധജലം തന്നെ വഹിക്കും. അങ്ങനെ നമുക്ക് നല്ല ഒരു പ്ലാൻ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ 12 കോടി തൊട്ട് 25 കോടി വരെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിനും വാട്ടർ ഇതേപോലത്തുള്ള പ്യൂരിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പലരുടെയും പോക്കറ്റിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നഗരസഭ ഉണർന്നു പ്രവർത്തിക്കണം. നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്യണം, സ്വീവേജ് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഇപ്പോൾ ഉള്ള മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തേക്കാളും വളരെ കുറഞ്ഞ തരത്തിലുള്ള മഴയെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്നിട്ട് കൂടെ ഒരു മഴ പെയ്യുമ്പോൾ അല്ല 2 മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ വലിയ വെള്ളപ്പൊക്കം ഒക്കെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതിനുള്ള കാരണം എന്താണ്? മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഒരുപാട് വയലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ എമൗണ്ട് വെള്ളം ആ വയലുകളിൽ ശേഖരിപ്പിക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ചാല് കീറി വെള്ളം സംരംഭിക്കാനുള്ള അങ്ങനത്തെ സ്ഥലങ്ങളില്ല. ശരി, അത് പല കർഷകരുടെയും ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെക്കാം. പക്ഷേ നമ്മളുടെ അടുത്തുണ്ടായിരുന്ന ഒരുപാട് കുളങ്ങൾ, അതേപോലെ തന്നെ കായലിൻ്റെ ഭാഗം, അതേപോലെ പുഴകളുടെ കരകൾ, ഇതെല്ലാം നികത്തിയിട്ട് അവിടേക്ക് പലരും വീട് വെക്കുന്നു, അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കുന്നു, മാളുകൾ ഉണ്ടാക്കുന്നു, ഫാക്ടറികൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള അനധികൃതമായ കയ്യേറ്റങ്ങൾ കോമൺ വാട്ടർ ബോഡിയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും സ്യൂവേജ് പോകുന്ന ഓടയിൽ നിന്നും അഴുക്ക് വെള്ളമെല്ലാം സിറ്റിയിലേക്ക് കയറാനുമായിട്ടുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് വെള്ളത്തിന് ഒഴുകാനുള്ള, അതായത് അൺഇൻ്ററപ്റ്റഡായിട്ട് ഒഴുകാനുള്ള ഒരു പാത നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ആർജവം നമ്മുടെ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനധികൃതമായിട്ടുണ്ടാക്കിയ മോളുകൾ, ഹോസ്പിറ്റലുകൾ, ബിൽഡിങ്ങുകൾ പൊളിച്ച് പ്രോപ്പറായിട്ട് ഓട സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളപ്പൊക്കം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ സീവേജ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എന്നാൽ കൂടെ മേയർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ നമ്മുടെ നഗരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഈ വേസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.